Good morning, dear students. Today we can study scanning electron microscope. Scanning electron microscope is otherwise called SEM. In SEM, the electrons never passes through the specimen. It scans the surface of the specimen. സെമ്മിൻ്റെ പ്രത്യേകത ഇലക്ട്രോൺസ് ഒരിക്കലും സ്പെസിമെൻ അകത്തിലൂടെ കടന്നു പോകുന്നില്ല. സ്പെസിമെൻ്റെ സർഫസിൽ സ്കാൻ ചെയ്ത് മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സെം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജസിന് ക്ലാരിറ്റി കൂടുതലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നമുക്ക് കാണാനും പറ്റും. 3D ഇമേജസ് ആയിരിക്കും സെം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെമ്മിൻ്റെ പ്രത്യേകത ഇലക്ട്രോൺസ് സർഫസിൽ കൂടെ സ്കാൻ ചെയ്തേ പോകുന്നുള്ളൂ. സർഫസ് സ്പെസിമെനകത്തൂടെ കടക്കുന്നില്ല. സർഫസിൽ കൂടെ സ്കാൻ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ സർഫസിലുള്ള ഡീറ്റെയിൽസ് നന്നായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ സർഫസ് ഡീറ്റെയിൽസിൻ്റെ ഇമേജസ് നല്ല ക്ലാരിറ്റിയോടും നല്ല ഡീറ്റെയിൽസോടും സെം പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെമ്മിൽ കിട്ടുന്ന ഇമേജസ് എല്ലാം തന്നെ 3D ക്വാളിറ്റിയുള്ള ഇമേജസ് ആയിരിക്കും. ഇലക്ട്രോൺ സോഴ്സ് നമ്മൾ ടെമ്മിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള ഇലക്ട്രോൺ സോഴ്സാണ് സെമ്മിലും. വ്യത്യാസമൊന്നും തന്നെയില്ല. ഒരു ഇലക്ട്രോൺ ഗണ്ണാണ് സോഴ്സ് ഓഫ് ഇലക്ട്രോണായിട്ട് ആക്ട് ചെയ്യുന്നത്. അതൊരു ടങ്സ്റ്റൺ ഫിലമെൻറ്റ് കാഥോഡും ഒരു ആനോഡും ചേർന്നതാണ്. ആ ടങ്സ്റ്റൺ ഫിലമെൻറ്റിനെ ഹീറ്റ് കൊടുത്ത് നമ്മൾ ടെമ്പറേച്ചറിൻ്റെ സഹായത്തോടുകൂടി ചൂടാക്കി കഴിയുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോൺ ബീമുകൾ ജനറേറ്റ് ചെയ്യപ്പെടും. ആ ഇലക്ട്രോൺ ബീമുകളുടെ എനർജി എന്ന് പറയുന്നത് ഏകദേശം 100 ഇലക്ട്രോൺ വോൾട്ട് തൊട്ട് 40 കിലോ ഇലക്ട്രോൺ വോൾട്ട് വരെയായിരിക്കും അതിൻ്റെ എനർജി റേഞ്ച് ചെയ്യുന്നത്. അത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ് എങ്ങനെയാണ് അതിൻ്റെ എനർജി കൂട്ടാൻ കഴിയുന്നതെന്നൊക്കെ ഉള്ളത്. നമ്മൾ ടെമ്മിൽ പറഞ്ഞ അതേ കണക്കിന് തന്നെയാണ് സെമ്മിലും. അപ്പം ഇലക്ട്രോൺ സോഴ്സ് എന്ന് പറയുന്നത് ടെമ്മിലും സെമ്മിലും സെയിം തന്നെയാണ്. വർക്കിംഗ് ഓഫ് സെം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇലക്ട്രോൺസ് തെർമിയോണിക്കലി എമിറ്റ് ചെയ്യുന്ന ഒരു ടങ്സ്റ്റൺ ഫിലമെൻറ്റിൽ നിന്നും ഹൈ എനർജിയുള്ള ഇലക്ട്രോൺസിനെ ആനോഡ് അട്രാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആനോഡ് അട്രാക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ കണ്ടൻസർ ലെൻസ് 1 or 2 കണ്ടൻസർ ലെൻസ് കാണും. അത് ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു സ്പോട്ട് ഓഫ് ഇലക്ട്രോൺസ് ആയിട്ട് ഫോം ചെയ്യുന്നു. അതിൻ്റെ ആ സ്പോട്ടിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.4 to 5 നാനോമീറ്റർ ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ ദ ഇലക്ട്രോൺ ഈസ് ഫോക്കസ്ഡ് ബൈ 1 or 2 കണ്ടൻസർ ലെൻസ് ടു ഫോം എ സ്പോട്ട് ഓഫ് ഇലക്ട്രോൺ വിച്ച് ഈസ് ഹാവിങ് എ ഡയമീറ്റർ ഓഫ് അബൌട്ട് 0.4 to 5 നാനോമീറ്റർ. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാകും സ്പോട്ട് അല്ലെങ്കിൽ ആ ബീം ഓഫ് ഇലക്ട്രോൺസ്. ഇറ്റ് ഈസ് ബീൻ പാസ്ഡ് ത്രൂ എ പെയർ ഓഫ് സ്കാനിങ് കോയിൽസ്. സ്കാനിങ് കോയിൽസിനെ ഡിഫ്ലക്ടർ പ്ലേറ്റ്സ് എന്നും പറയും. അപ്പം ഈ ഹോൾ സംഭവം വാക്യൂമത്തിലാണ്. അപ്പോൾ വാക്യൂമത്തിൽ കണ്ടൻസർ ലെൻസിൽ നിന്നും വരുന്ന ഇലക്ട്രോൺസിനെ ഡിഫ്ലക്ടർ പ്ലേറ്റിൽ കൂടെയാണ് കടത്തിവിടുന്നത്, അല്ലെങ്കിൽ സ്കാനിങ് കോയിൽസിൽ കൂടെയാണ് കടത്തിവിടുന്നത്. എന്നിട്ട് ഈ സ്കാനിങ് കോയിൽസിൽ നിന്നും വരുന്ന ഇലക്ട്രോൺസ് ഒബ്ജക്റ്റീവ് ലെൻസ് വഴിയാണ് സ്പെസിമെനിലേക്ക് ചെന്ന് വീഴുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ഈ ബീമിനെ ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അത് എക്സ് ആൻഡ് വൈ ആക്സിസിൽ ഈ ബീമിനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്പെസിമെൻ്റെ സർഫസിലെ ഒരു റെക്റ്റാങ്കുലർ പോർഷൻ ഇത് സ്കാൻ ചെയ്താണ് റെക്റ്റാങ്കുലർ പോർഷനിലേക്ക് ഈ ഇലക്ട്രോൺസ് വന്ന് വീണ റെക്റ്റാങ്കുലർ പോർഷൻ സ്കാൻ ചെയ്താണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പം വർക്കിങ്ങിൽ നമ്മൾ പറയേണ്ടത് ഇലക്ട്രോൺ ടങ്സ്റ്റൺ ഫിലമെൻറ്റിൽ നിന്നും എമർജ് ചെയ്യുന്ന ഇലക്ട്രോൺസ് കാഥോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. കാഥോഡിൽ നിന്നും കണ്ടൻസർ ലെൻസ് അത് ഫോക്കസ് ചെയ്ത് സ്കാനിങ് കോയിൽസിലേക്ക് കൊടുക്കുന്നു. സ്കാനിങ് കോയിൽസിലൂടെ അത് ഒബ്ജക്റ്റീവ് ലെൻസ് വഴി ഒരു സ്പെസിമെനിലേക്ക് പതിക്കുന്നു. അപ്പം അവിടെ ഒരു റെക്റ്റാങ്കുലർ ഏരിയ സ്പെസിമെനിലെ ഒരു റെക്റ്റാങ്കുലർ പോർഷൻ ഇത് സ്കാൻ ചെയ്ത് മാറുന്നു. ഇനി സെമ്മിലേക്കുള്ള സാമ്പിൾ പ്രിപ്പറേഷനാണ്. സാമ്പിൾ നമ്മൾ നേരത്തെ ടെമ്മിൽ പഠിച്ച രീതിയിലല്ല ഇവിടെ സാമ്പിൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സാമ്പിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റി, അതിൻ്റെ ഒറിജിനൽ ഷേപ്പിനും സർഫസ് പ്രോപ്പർട്ടീസിനും ഒന്നും തന്നെ യാതൊരു വ്യത്യാസം ഉണ്ടാകാത്ത രീതിയിലായിരിക്കും നമ്മൾ സാമ്പിളിനെ പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം സെം എപ്പോഴും സർഫസ് സ്കാൻ ചെയ്തിട്ടുള്ള ഇമേജ് ഫോം ചെയ്യത്തുള്ളൂ. അകത്തോട്ട് കയറിയുള്ള ഇമേജ് ഫോർമേഷൻ സെമ്മിലില്ല. അതുകൊണ്ട് തന്നെ സർഫസിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒറിജിനൽ ഷേപ്പ് അതുപോലെ നിലനിർത്തുന്ന രീതിയിലായിരിക്കും ഇവിടെ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിലെ ഫ്ലൂയിഡ് നന്നായിട്ട് എടുത്ത് കളയണം. കാരണം ഹൈ വാക്യൂത്തിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്പെസിമെൻ്റെ സർഫസിലോ അകത്തോ ഒന്നും തന്നെ ഒരു തരത്തിലും ലിക്വിഡ് കണ്ടൻറ്റ് കാണാൻ പാടില്ല. അപ്പോൾ അതിനായിട്ട് സ്പെസിമെനെ ഒരു സീരീസ് ഓഫ് ആൽക്കഹോൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് 10 to 90 അല്ലെങ്കിൽ 10 to 100% ആൽക്കഹോൾ ഇങ്ങനെ എടുത്തെടുത്ത് അതിലേക്ക് ആ ഒരു സീരീസിൽ കൂടെ ആൽക്കഹോളിക് ട്രീറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം
ഇവിടെ മാത്രമുള്ള ഒരു സാമ്പിൾ പ്രിപ്പറേഷനാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ് ഡ്രൈയിങ് എന്ന് പറയും. അത് ഡ്രൈ ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ഈ സാമ്പിളിലെ ഫ്ലൂയിഡിനെ മൊത്തം എടുത്ത് കളയാനായിട്ടുള്ളൊരു ടെക്നിക്കാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ് ഡ്രൈയിങ്. അപ്പോൾ ആൽക്കഹോൾ സീരീസിൽ കൂടെ കടത്തിവിട്ട സാമ്പിളിനെ ക്രിട്ടിക്കൽ പോയിൻറ്റ് ഡ്രൈയിങ്ങിന് വിധേയമാക്കുന്നു. ക്രിട്ടിക്കൽ പോയിൻറ്റ് ഡ്രൈയിങ് വഴി അതിനകത്തിലെ വാട്ടർ സാമ്പിൾ മൊത്തം എടുത്തു കളയുന്നു. അപ്പോൾ ആ ക്രിട്ടിക്കൽ പോയിൻറ്റ് ഡ്രൈയിങ് എന്നതിന് പേര് വരാൻ കാരണം ഇതിനൊരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഓരോ സോൾവെൻറ്റിനും ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും പ്രഷറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു പ്രിൻസിപ്പിൾ. എല്ലാ സോൾവെൻറ്റിനും ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും പ്രഷറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്രിട്ടിക്കൽ പോയിൻറ്റിൽ, അതായത് ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും ആ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ആ ഒരു സോൾവെൻറ്റിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും തമ്മിൽ യാതൊരു സർഫസ് ടെൻഷനും ഇല്ല. സർഫസ് ടെൻഷൻ അതിൻ്റെ ആ ഒരു സോൾവെൻറ്റിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റ് ആണെങ്കിലും ലിക്വിഡ് സ്റ്റേറ്റ് ആണെങ്കിലും ഈ ഒരു ക്രിട്ടിക്കൽ പോയിൻറ്റ് ഡ്രൈയിങ് വന്നു കഴിഞ്ഞാൽ അവിടെ സർഫസ് ടെൻഷൻ ഇല്ല എന്നുള്ള ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്രിട്ടിക്കൽ പോയിൻറ്റ് ഡ്രൈയിങ് എന്ന് പറയുന്ന വാട്ടർ റിമൂവൽ പ്രോസസ്സ് സെമ്മിൽ നടത്തുന്നത്. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ ഇതിനടങ്ങിയിരിക്കുന്ന സോൾവെൻറ്റിനെ റീപ്ലേസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസിഷണൽ ഫ്ലൂയിഡ് ഉണ്ട്. അത് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസിന് അതിന് ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ ലിക്വിഡായിട്ട് ഇരിക്കാനുള്ള കഴിവുണ്ട് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്. അത് ലിക്വിഡ് ആകുമ്പോഴാണ് നമ്മൾ സോഡ എന്ന് പറയുന്ന കാർബോണിക് ആസിഡ്. അപ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഒരു ഗ്യാസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈ പ്രഷർ കൊടുത്തിട്ട് അതെന്ത് ചെയ്യുന്നു, സോൾവെൻറ്റിനെ എല്ലാം തന്നെ ട്രാൻസിഷണൽ ഫ്ലൂയിഡായിട്ടുള്ള, അപ്പം സെൽസിന് അടങ്ങിയിട്ടുള്ള സോൾവെൻറ്റിനെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ സോൾവെൻറ്റ് മൊത്തം എന്തായിട്ട് മാറുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ട്രാൻസിഷണൽ ഫ്ലൂയിഡ് വേപ്പറിൻ്റെ സ്റ്റേറ്റിലേക്ക് മാറുന്നു. അപ്പോൾ തന്നെ സെൽസിന് യാതൊരു സർഫസ് ടെൻഷനും ഉണ്ടാകുന്നില്ല, അതിൻ്റെ സർഫസ് ഫീച്ചേഴ്സിനൊന്നും തന്നെ യാതൊരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റ് ഡ്രൈയിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ക്രിട്ടിക്കൽ പോയിൻറ്റ് ഡ്രൈയിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് സാമ്പിളിനകത്ത് അടങ്ങിയിരിക്കുന്ന വാട്ടറിനെ റീപ്ലേസ് ചെയ്തിട്ട് ട്രാൻസിഷണൽ ഫ്ലൂയിഡായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കയറ്റുന്നു. അതുകൊണ്ട് തന്നെ ആ സാമ്പിളിൻ്റെ സർഫസിനൊന്നും യാതൊരു വ്യത്യാസവും വരാണ്ട് ഒറിജിനാലിറ്റി നിലനിർത്തുന്നു. അതിനുശേഷം നമ്മൾ ആ സാമ്പിളിനെ ഇതിനെയാണ് നമ്മൾ ഡ്രൈയിങ്, ക്രിട്ടിക്കൽ പോയിൻറ്റ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്രിട്ടിക്കൽ പോയിൻറ്റ് ഡ്രൈയിങ് ശേഷം സാമ്പിളിനെ നമ്മൾ സ്റ്റെയിനിങ്ങിന് വിധേയമാക്കുന്നു. സ്റ്റെയിനിങ് നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ ഗോൾഡ് അല്ലെങ്കിൽ കാർബൺ വെച്ചിട്ടാണ് സ്റ്റെയിനിങ് ചെയ്യുന്നത്. അപ്പം ഒരു ലെയർ നമുക്ക് എവിടെയാണോ ഏത് റീജിയനാണോ സ്കാൻ ചെയ്ത് ഫോട്ടോഗ്രാഫ് വേണ്ട ആ റീജിയണിൽ നമ്മൾ ഒന്നുകിൽ കാർബൺ അല്ലെങ്കിൽ ഗോൾഡ് വെച്ചിട്ട് സ്റ്റെയിനിങ് ചെയ്യുന്നു. അപ്പോൾ കോട്ട് ചെയ്യുന്നു, ആ ഒരു സർഫസ് കോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺ ബീം വന്ന് ഇതിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന ഒരു പരുവത്തിലേക്ക് ആക്കാൻ വേണ്ടിയാണ് ഒരു മെറ്റൽ സ്റ്റെയിൻ വെച്ച് നമ്മൾ ഈ ക്രിട്ടിക്കൽ പോയിൻറ്റ് ഡ്രൈയിങ്ങിന് ശേഷമുള്ള സ്പെസിമെനെ സ്റ്റെയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള സ്പെസിമെനെ നമ്മളൊരു സാമ്പിൾ ഹോൾഡറിലേക്ക് മൗണ്ട് ചെയ്യുന്നു. അപ്പോൾ വാക്യൂം ചേമ്പറിലുള്ള ഒരു സാമ്പിൾ ഹോൾഡറിലേക്ക് നമ്മൾ ഈ സ്റ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്ന സ്പെസിമെനെ എടുത്ത് വയ്ക്കുന്നു. നെക്സ്റ്റ് ഈസ് റാസ്റ്റർ സ്കാനിങ്. അപ്പം ഇതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ റാസ്റ്റർ സ്കാനിങ്ങിൽ പറയുന്നത്. അപ്പം സെമ്മിൻ്റെ ഇമേജസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഹൈ ക്വാളിറ്റി ഇമേജസ് ആണ്. അപ്പോൾ അത് ഇമേജ് ഫോം ചെയ്യുന്ന ആ ഒരു പാറ്റേണിങ്ങിനെയാണ് നമ്മൾ റാസ്റ്റർ സ്കാൻ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇലക്ട്രോൺസ് വന്ന് സ്പെസിമെനിലേക്ക് വീഴുന്ന ഒരു റെക്റ്റാങ്കുലർ ഏരിയയിലാണെന്ന്. അപ്പോൾ ആ ഒരു റെക്റ്റാങ്കുലർ ഏരിയയിൽ ഇമേജിനെ എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത്, ആ ഒരു വന്ന് വീഴുന്ന റെക്റ്റാങ്കുലർ ഏരിയയിലെ ഇമേജിനെ എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ട് ഇമേജാക്കി മാറ്റുന്നത്, അതാണ് ഈ റാസ്റ്റർ സ്കാനിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അല്ലെങ്കിൽ സ്കാനിങ് മെഷീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതേ ഒരു പാറ്റേണിലാണ്. അപ്പോൾ റാസ്റ്റർ സ്കാനിങ്ങിൽ എന്ന് വെച്ചാൽ ബീം, അതായത് ഇലക്ട്രോൺ സ്പോട്ട്, നമ്മളൊരു ഇലക്ട്രോൺ സ്പോട്ടിനെ പറ്റി പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം, ഇറ്റ് സ്വീപ്സ് ഹൊറിസോണ്ടലി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഹൊറിസോണ്ടലായിട്ട് സ്വീപ്പ് ചെയ്ത് പോകുകയെന്ന് വെച്ചാൽ തൂത്ത് പോകുന്നു. ഇലക്ട്രോൺസ് വന്ന് വീഴുന്ന റെക്റ്റാങ്കുലർ പോർഷൻ്റെ ആദ്യത്തെ ഒരു ലൈനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരു ലൈനിനെ റെക്റ്റാങ്കുലർ പോർഷൻ്റെ തുടക്കം, മോൾ ഭാഗം, അതിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തൂത്ത് പോകുന്നു. അപ്പോൾ ആ ഇൻഫർമേഷൻ മൊത്തം തൂക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, സർഫസുമായിട്ട് ഇലക്ട്രോൺസ് ഇൻട്രാക്ട് ചെയ്യുന്നു അല്ലേ, അങ്ങനെ സ്വീപ്പ് ചെയ്ത് പോകുന്നു. അതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു, തിരിച്ച് അതേപോലെ തന്നെ ഇറ്റ് വിൽ
എന്താണ് ദെൻ ഇറ്റ് ബ്ലാങ്ക് ആയിട്ട് തിരിച്ചത് എന്ത് ചെയ്യുന്നു, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് വരുന്നു. മനസ്സിലായോ? അപ്പോൾ റാസ്റ്റർ സ്കാനിങ്ങിൽ അത് ലെഫ്റ്റ് ടു റൈറ്റ് ഹൊറിസോണ്ടലായിട്ട് ഒരു സ്റ്റഡി റേറ്റിൽ സ്വീപ്പ് ചെയ്ത് പോകുന്നു. എന്നിട്ട് അത് ബ്ലാങ്ക്സ് എന്ന് വെച്ചാൽ എന്താ, തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ആ ഇൻഫർമേഷൻ ക്യാരി ചെയ്യത്തില്ല, ആ പോയ അതേ ഭാഗത്തോട് അത് തിരിച്ചു വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, റാപ്പിഡ്ലി മൂവിങ് ബാക്ക്, തിരിച്ച് ആ സ്റ്റാർട്ടിങ് പോയിന്റ് വന്നതിന് ശേഷം അത് വീണ്ടും എന്ത് ചെയ്യുന്നു, തൊട്ടടുത്ത ലൈൻ സ്കാൻ ചെയ്ത് പോകണം. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, അപ്പോൾ ഫസ്റ്റ് ലൈൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞു, അങ്ങേ അറ്റം വരെ ചെന്നു, റൈറ്റ് ചെന്ന് കഴിഞ്ഞ് വീണ്ടും അത് തിരിച്ച് ബ്ലാങ്ക് ആയിട്ടെന്ന് വെച്ചാൽ അവിടെ സ്കാനിങ് ഒന്നും നടക്കുന്നില്ല, തിരിച്ച് അതേപോലെ ലെഫ്റ്റിലേക്ക് വന്നതിന് ശേഷം തൊട്ടടുത്ത ലൈൻ സ്കാൻ ചെയ്യണമല്ലോ. അപ്പോൾ അത് തൊട്ടടുത്ത ലൈനിലേക്ക് താഴോട്ട് ടേൺ ബാക്ക് ചെയ്യുന്നു. എന്നിട്ട് നെക്സ്റ്റ് ലൈൻ വീണ്ടും അത് ആ റെക്റ്റാങ്കുലർ ഏരിയയുടെ അടുത്ത ലൈൻ അത് എന്ത് ചെയ്യുന്നു, ഇതുപോലെ സ്കാൻ ചെയ്ത് ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നു. റൈറ്റ് ചെന്ന് കഴിഞ്ഞ് വീണ്ടും അത് എന്ത് ചെയ്യുന്നു, ബ്ലാങ്ക് ചെയ്തിട്ട് തിരിച്ചത് വീണ്ടും ലെഫ്റ്റിലേക്ക് വരുന്നു. പിന്നെ അത് നെക്സ്റ്റ് ലൈനിലേക്ക് ടേൺ ബാക്ക് ചെയ്യുന്നു. അങ്ങനെ എൻ്റയർ റെക്റ്റാങ്കുലർ ഏരിയയും അത് സ്കാൻ ചെയ്ത് ലൈൻ ബൈ ലൈനായിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്ത് മാറുന്നു. ഇതിനെയാണ് റാസ്റ്റർ സ്കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, റാസ്റ്റർ സ്കാനിങ് മനസ്സിലായല്ലോ, റാസ്റ്റർ സ്കാനിങ്. അപ്പോൾ ഇത് സെമ്മിലെ ഇമേജ് ഫോർമേഷനെയാണ് റാസ്റ്റർ സ്കാനിങ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ബീംസ് ഒരു ഹൊറിസോണ്ടൽ പോർഷൻ സ്വീപ്പ് ചെയ്താണ് എന്താണ് സ്പെസിമെനിലേത് പോയിട്ട് ഇമേജ് ഫോർമേഷന് സഹായിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഇമേജ് ഫോർമേഷൻ. അപ്പോൾ റാസ്റ്റർ സ്കാൻ പാറ്റേണിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു, സ്പെസിമെൻ്റെ സർഫസിൽ പോയിട്ട് ഇലക്ട്രോൺസ് അവിടുത്തെ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇമേജ് ഫോർമേഷനിൽ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് വരുന്ന ഇലക്ട്രോൺസ്, അതിൽ ഇൻഫർമേഷൻ ഉണ്ട് സ്പെസിമെൻ്റെ സർഫസിനെ പറ്റി, സർഫസ് ടോപ്പോളജി, അതിൻ്റെ കോമ്പോസിഷൻ, എന്തുകൊണ്ടാണ് സർഫസ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പോലെയുള്ള പ്രോപ്പർട്ടീസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോൺസാണ് നമ്മൾ ഇമേജ് ഫോർമേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്കൻഡറി ഇലക്ട്രോൺസിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഈ സെമ്മുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സ്പെഷ്യലൈസ്ഡ് ഡിറ്റക്ടേഴ്സ് ഉണ്ട്. അതുപോലെ ഈ സിഗ്നൽസ് വീക്ക് ആണെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ആംപ്ലിഫയേഴ്സും ഉണ്ട്. അതപ്പം ബ്രൈറ്റ്നസ് ചേഞ്ച് ആയിട്ടായിരിക്കും കാഥോഡ് റേ ട്യൂബിലായിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്, അപ്പോൾ അതിലേക്ക് കൊടുക്കുന്നത്. അപ്പം സിഗ്നൽസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഡിറ്റക്ടേഴ്സും അതിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ആംപ്ലിഫയേഴ്സും ഉണ്ട്. ഇനി ഈ ഒരു സ്പെസിമെനിൽ നിന്നും വരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത് ഇമേജ് ഫോർമേഷനെ സഹായിക്കുന്നത് ആ സിഗ്നലിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചായിരിക്കും. അപ്പോൾ നല്ല ഇൻറ്റൻസിറ്റിയിലുള്ള സിഗ്നലാണ് കിട്ടുന്നതെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഇമേജ് ആയിരിക്കും സ്പെസിമെൻ്റെ ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് റിസോൾവിങ് പവർ ആൻഡ് മാഗ്നിഫിക്കേഷൻ. അപ്പം ടെമ്മിനെ അപേക്ഷിച്ച് സെമ്മിൽ നോക്കുമ്പോഴത്തേക്കിന് റിസോൾവിങ് പവർ എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. റിസോൾവിങ് പവർ എന്ന് പറയുന്നത് സൈസ് ഓഫ് ഇലക്ട്രോൺ സ്പോട്ടിനെയും അതുപോലെ തന്നെ വേവ് ലെങ്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇലക്ട്രോൺ സ്പോട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പം അതുപോലെ തന്നെ റിസോൾവിങ് പവർ എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻ വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് എക്സ്റ്റെൻഡ് ടു വിച്ച് ദ ഇലക്ട്രോൺ ഇൻട്രാക്ട് വിത്ത് ദ മെറ്റീരിയൽ ഇൻ ദ സ്പെസിമെൻ. ഇലക്ട്രോൺ എത്രത്തോളം സ്പെസിമെനിലെ മെറ്റീരിയലുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു അതിനെയും അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ സ്പോട്ടിൻ്റെ സൈസിനെയും അതുപോലെ വേവ് ലെങ്തിനെയൊക്കെ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം സ്പോട്ട് സൈസും ഇൻട്രാക്ഷൻ വോളിയം ഒക്കെ സെമ്മിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1 to 20 നാനോമീറ്റർ ആ ഒരു റേഞ്ചിലായിരിക്കും റെസൊല്യൂഷൻ. എന്നാൽ ടെമ്മിനെ അപേക്ഷിച്ച് കുറച്ച് റിസോൾവിങ് പവർ സെമ്മിൽ കുറവാണെന്ന് പറഞ്ഞു. പിന്നെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് 10 to 5 lakh ടൈംസ് ആയിരിക്കും. 10 തൊട്ട് 5 lakh ടൈംസ് മാഗ്നിഫിക്കേഷനുള്ള കഴിവ് സെമ്മിനുണ്ട്. അപ്പം ഇവിടെ പക്ഷേ ഒരു പ്രത്യേകത, ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫങ്ഷൻ അനുസരിച്ചല്ല. നമുക്കറിയാം ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്, നമ്മൾ പഠിച്ച എല്ലാ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിലും അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ച ടെമ്മിലും ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ പവർ അതാണ് മാഗ്നിഫിക്കേഷൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടിയിൽ ഒബ്ജക്റ്റീവ് ലെൻസിന് യാതൊരു റോളുമില്ല. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് പവർ ഓഫ്
ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ പവറിന് അവിടെ യാതൊരു റോളുമില്ല. ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റിസൾട്ട് ഫ്രം റേഷ്യോ ഓഫ് ഡയമെൻഷൻ ഓഫ് റാസ്റ്റർ ഓൺ ദ സ്പെസിമെൻ ആൻഡ് റാസ്റ്റർ ഓൺ ദ ഡിസ്പ്ലേ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. സ്പെസിമെനിൽ എത്രത്തോളം റാസ്റ്റർ നടന്നു, അതും ഡിസ്പ്ലേ ഡിവൈസിൽ ഇത് അതേ റാസ്റ്റർ പാറ്റേണിലാണ് ഡിസ്പ്ലേ ഡിവൈസിലും, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ആ ഇമേജ് അതുപോലെ പോയി വീഴും, അതിനുശേഷം ബ്ലാങ്ക് ആവും, പിന്നെ വന്ന് ലെഫ്റ്റ് ടു റൈറ്റ് വീണ്ടും ഇമേജ്. അപ്പോൾ അത് തമ്മിലുള്ള സ്പെസിമെനിൽ എത്രത്തോളം റാസ്റ്റർ റെക്ടാങ്കുലർ പാറ്റേണിൽ നടന്നു, അതുപോലെ ഡിസ്പ്ലേ ഡിവൈസിൽ എത്രത്തോളം നടന്നു, അതിൻ്റെ റേഷ്യോ ആയിരിക്കും ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം സെമ്മിൻ്റെ റിസോൾവിങ് പവറും മാഗ്നിഫിക്കേഷനും, അത് റിസോൾവിങ് പവർ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ സ്പോട്ടിനെയും വേവ് ലെങ്തിനെയും ഇൻട്രാക്ഷൻ വോളിയത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് ഏകദേശം 1 to 20 നാനോമീറ്റർ ആണ്. ഇവിടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സ്പോട്ട് സൈസും ഇൻട്രാക്ഷൻ വോളിയവും കൂടുതലായതുകൊണ്ട് റെസൊല്യൂഷൻ വളരെ സെമ്മിൽ കൂടുതലല്ല. മാഗ്നിഫിക്കേഷൻ 10 തൊട്ട് 5 ലക്ഷം ടൈംസ് വരെ ഉണ്ട്. അത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ പവറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റേഷ്യോ ഓഫ് ഡയമെൻഷൻ ഓഫ് റാസ്റ്റർ ഓൺ ദ സ്പെസിമെൻ ടു റാസ്റ്റർ ഓൺ ദ ഡിസ്പ്ലേ ഡിവൈസ് ആണ് മാഗ്നിഫിക്കേഷൻ ഇൻ സെം എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂസസ് ഓഫ് സെം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ സെം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സർഫസ് സ്കാൻ ചെയ്യുന്ന മൈക്രോസ്കോപ്പാണ്. അതുകൊണ്ട് തന്നെ സ്കാൻഡ് ഇമേജ് സർഫസ് ടോപ്പോളജി നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു സാധനത്തിൻ്റെ സർഫസ് ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഡെപ്ത് ഓഫ് ഫോക്കസ് വളരെ കൂടുതലാണ്. ഒരു കാര്യത്തിൻ്റെ ആ ഒരു സർഫസ് ഡീറ്റെയിൽസ് വളരെ ആഴത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പം അത് ഡെപ്ത് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് മൈക്രോസ്കോപ്പിനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 500 ഇരട്ടി നമുക്ക് സെമ്മിൽ ഇമേജസിൽ കൂടെ കിട്ടും. അതുപോലെ 3D ക്വാളിറ്റിയുള്ള ഇമേജസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീരെ പൊടിയായിട്ടുള്ള വൈറസിൻ്റെ സർഫസ് ഡീറ്റെയിൽസ് തൊട്ട് ഒരു ഇൻസെക്റ്റിൻ്റെ ഹെഡിൻ്റെ ഡീറ്റെയിൽസ് വരെ വളരെ വ്യക്തതയോടെ നമുക്ക്, ഇൻസെക്റ്റ് ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻസെക്റ്റ് ഹെഡ് നമുക്ക് തന്നെ കാണാൻ പറ്റുന്നതാണല്ലേ, പക്ഷേ അതിൻ്റെ ഫീച്ചേഴ്സ് വരെ, അപ്പോൾ തീരെ പൊടി തൊട്ട് ഇൻസെക്റ്റിൻ്റെ ഹെഡ് വരെ അത്രയും ഒരു വേരിയേഷൻ സൈസിൽ വന്നാൽ പോലും വളരെ ക്ലിയർ ആയിട്ട് വൈറസിൽ എങ്ങനെയാണോ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇൻസെക്റ്റ് ഹെഡിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇൻസെക്റ്റ് ഹെഡിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരു വൈറസിൻ്റെ സർഫസിലുള്ള ഡീറ്റെയിൽസും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ടോപ്പോഗ്രഫിക് ആയിട്ടുള്ള അതായത് സർഫസിലുള്ള ഡീറ്റെയിൽസ് നല്ല ഡെപ്തിൽ നമുക്ക് മനസ്സിലാക്കി 3D ക്വാളിറ്റി ഇമേജസ് തരാൻ സെമ്മിന് സാധ്യമാകും. പക്ഷേ സബ്സെല്ലുലാർ ഒബ്ജക്റ്റുകളെ ഒബ്സർവ് ചെയ്യാൻ സെമ്മിൽ സാധ്യമല്ല. അതാണ് സെമ്മിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്. സബ്സെല്ലുലാർ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ സെല്ലിനകത്തുള്ള ഒബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സെം ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഡെപ്ത് ഓഫ് ഫോക്കസ് 500 ടൈംസ് ലൈറ്റ് മൈക്രോസ്കോപ്പിനേക്കാൾ കൂടുതൽ സെമ്മിനുണ്ട്. 3D ക്വാളിറ്റിയുള്ള ഇമേജസ് തരും. വൈറസിൻ്റെ സർഫസ് ഡീറ്റെയിൽസ് ഫുൾ നമുക്ക് സെമ്മിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസെക്റ്റ് പോലെയുള്ള വലിയ ജീവികളുടെയും അതിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് സെമ്മിലൂടെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഫോട്ടോയാണ് കാണിച്ചേക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ. അപ്പം ഇത് കണ്ടോ, അതൊരു ഹൈ വാക്യൂം ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇലക്ട്രോൺ സോഴ്സ് ആണെങ്കിലും ഒബ്ജക്റ്റീവ് ലെൻസ് ആണെങ്കിലും സ്കാനിങ് കോയിൽസ് ആണെങ്കിലും എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ ഘടിപ്പിച്ചേക്കുന്ന ഓരോ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന. ഇലക്ട്രോൺ ഗണ്ണുണ്ട്, തൊട്ട് താഴെയായിട്ട് ആനോഡുണ്ട്, പിന്നെ മാഗ്നറ്റിക് ലെൻസുണ്ട്, സ്കാനിങ് കോയിൽസ് ഉണ്ട്. സ്കാനിങ് കോയിൽസിൽ നിന്നും വരുന്ന ഇലക്ട്രോൺസ് ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് പോകുന്നു. ഡിറ്റക്ടർ അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു. താഴെയാണ് സ്പെസിമെൻ പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആ സ്പെസിമെനിൽ നിന്നും വരുന്ന ഇമേജസ് ഒരു TV സ്ക്രീനിലേക്ക്, ഒന്നുകിൽ ഒരു കാഥോഡ് റേ ട്യൂബിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്ക്രീനിലേക്ക്, അതുമല്ലെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലേക്ക് ഇമേജ് ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇമേജ് ഫോർമേഷന് വേണ്ടി സെമ്മിനെ എക്യുപ്പ് ചെയ്യുന്ന 2 കാഥോഡ് റേ ട്യൂബാണ് സാധാരണയായിട്ടുള്ളത്. ഒരെണ്ണം ഡയറക്റ്റ് ആയിട്ടുള്ള വിഷ്വൽ ഒബ്സർവേഷന് സഹായിക്കുന്നു, ഒരെണ്ണം ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി. അപ്പം സെമ്മിൽ ഇമേജ് ഡിസ്പ്ലേക്ക് വേണ്ടി തന്നെ 2 കാഥോഡ് റേ ട്യൂബുണ്ട്. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വിഷ്വലൈസേഷൻ നേരിട്ട് കാണാൻ, ഒന്ന് നമുക്ക് ഫോട്ടോഗ്രാഫ് എടുത്ത് വെക്കണം എന്നെങ്കിൽ അതിനു വേണ്ടി.
അപ്പോൾ കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കിന് കണ്ടിന്യൂസ് ഇമേജ് ആയിരിക്കും സ്കാൻഡ് ഏരിയാസ്. നമ്മൾ നേരത്തെ പറഞ്ഞു റാസ്റ്റർ സ്കാൻ പോലെ തന്നെ ഇവിടെ എങ്ങനെയാണോ സ്കാൻ ചെയ്ത് പോകുന്നത് അതേ നിമിഷം തന്നെ അവിടെ ആ സ്കാൻ ചെയ്തുള്ള രീതിയിൽ തന്നെ കാഥോഡ് റേ ട്യൂബിൽ ഇലക്ട്രോൺസ് ഇൻട്രാക്ട് ചെയ്തിട്ട് അവിടെ ഇമേജ് ഫോം ചെയ്യുന്നു. ഇനി ഇത് കൂടാണ്ട് ഈ കാഥോഡ് റേ ട്യൂബിൽ ഇമേജ് ഫോം ചെയ്യുന്നത് കൂടാണ്ട് നമ്മളൊരു എന്താണ് സ്ക്രീനിലേക്ക്, അതായത് ടി വി സ്ക്രീനിലേക്ക് ഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു എന്താണ് കമ്പ്യൂട്ടർ മോണിറ്ററിൽ ഘടിപ്പിക്കുകയോ അതുമല്ല ഒരു CCD ക്യാമറയിലേക്ക് ഘടിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ ഇമേജ് വന്ന് വീഴുന്ന രീതിയിൽ മോഡേൺ എന്താണ് സെം മെഷീൻസിലെല്ലാം അങ്ങനെയുള്ള സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇമേജ് ഫോർമേഷൻ. അപ്പം കാഥോഡ് റേ ട്യൂബിലാണ് സാധാരണഗതിയിൽ ഇമേജ് ഫോം ചെയ്യുന്നത്. ഒന്ന് ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാനും മറ്റൊന്ന് ഫോട്ടോഗ്രാഫിക്കും വേണ്ടി. പിന്നെ ഇത് കൂടാണ്ട് ക്യാമറയിലോ അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിലോ അതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ TVയുടെ സ്ക്രീനിലോ വന്ന് ഇമേജ് പതിപ്പിക്കുന്ന രീതി ഇപ്പോഴത്തെ മോഡേൺ സെമ്മിലെല്ലാം അവൈലബിൾ ആണ്. ഇതാണ് സെമ്മിൻ്റെ ഇൻറ്റീരിയർ. നമ്മൾ ഹൈ വാക്യൂമായിട്ട് സൂക്ഷിക്കുന്ന ഇൻറ്റീരിയർ പോർഷൻ എന്ന് പറഞ്ഞത് ഈ റീജിയനാണ്. അതിൻ്റെ ടോപ്പിലാണ് ഇലക്ട്രോൺ ഗൺ പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇലക്ട്രോൺ ഗണ്ണിൻ്റെ താഴെ ഇലക്ട്രോൺ ഗണ്ണിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ആനോഡ്, പിന്നെ കണ്ടൻസർ ലെൻസ്, 2 കണ്ടൻസർ ലെൻസാണുള്ളത്. തൊട്ട് താഴെയായിട്ട് ഒബ്ജക്റ്റീവ് ലെൻസ്. പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ 2 സൈഡിലായിട്ടും ബാക്ക് ആയിട്ട് സ്കാറ്റർ ചെയ്ത് വരുന്ന ഇലക്ട്രോൺസിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഡിറ്റക്റ്റേഴ്സ്, സെക്കൻഡറി ഇലക്ട്രോൺസിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഡിറ്റക്റ്റേഴ്സ്, എക്സ്റേ ഡിറ്റക്റ്റേഴ്സ് എല്ലാം ഏറ്റവും താഴെയായിട്ട് സാമ്പിൾ പ്ലേസ് ചെയ്തേക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. താങ്ക് യു.